ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസിൻ്റെ തീം വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മോൾഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആ ഒരു മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സോപ്പ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോൾഡ് എന്ന് പറയുന്നത്. 50 ഗ്രാമിന് ഏകദേശം ഒരു 50-60 ഗ്രാമൊക്കെയാണ് ഈ ഒരു മോൾഡ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. ഇത് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. പാരബൺ സൾഫേറ്റ് ഫ്രീ ഒരു ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. അതൊരു 21 ഗ്രാമിൻ്റെ അടുത്ത് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ 21 ഗ്രാം നമ്മളെടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബേസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നീമിൻ്റെ എക്സ്ട്രാക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു ഗുണം കൂടെ വേണമല്ലോ, ജസ്റ്റ് ഒരു ഭംഗി മാത്രം പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 ml അടുത്ത് നീമിൻ്റെ എക്സ്ട്രാക്റ്റിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആ ഒരു മോൾഡിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാന്തയുടെ ക്യാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന ഒരു വൈറ്റ് കളർ പോർഷനാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. 2 സാന്ത വരുന്നുണ്ട്. അപ്പോൾ ആ 2 സാന്തയുടെ ക്യാപ്പിലും അതുപോലെ തന്നെ താടിയിലും ആണ് നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളർ നമ്മുടെ ബേസ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ആ സൈഡിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മര്യാദക്ക് അറേഞ്ചൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒഴിച്ചെടുക്കാനായിട്ട് അത് കുറച്ച് ഇങ്ങോട്ടേക്കൊക്കെ പരന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ സാന്തയുടെ ഒരു ഷൂവിൻ്റെ ടോപ്പിലായിട്ട് വരുന്ന ആ ഒരു പോർഷനിലും ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ആ പോയ ഭാഗമൊക്കെ ഒന്നൊന്നും മര്യാദക്കാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈർക്കിളുണ്ടല്ലോ, അത് ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ അതാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതെന്തായാലും നന്നായിട്ട് ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പോയ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയർ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഗ്ലിസറിൻ ബേസാണ് എടുത്തിരിക്കുന്നത് സാന്തയുടെ ഒരു ഫേസിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ബേസ് നമ്മളെപ്പോഴും ചെയ്യുന്ന മാതിരി ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 103 ഗ്രാം ബേസാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് വേണ്ടിയിട്ട് ഒരു 5 ml അടുത്ത് ബീറ്റ്റൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ്, 2-3 ഡ്രോപ്സ് വെജ് ഗ്ലിസറിനും 2-3 ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മുടെ ബേസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്മെല്ലും കൂടെ വേണ്ടതെന്ന് കരുതി. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഒരു 8-10 ഡ്രോപ്സിൻ്റെ അടുത്ത് റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒഴിച്ച് നോക്കിയിട്ട് കളർ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത ഡ്രോപ്സൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാന്തയുടെ ഫേസിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ബേസ് 2 ഫേസിലായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ സാന്തയുടെ ഷൂ ഉണ്ടല്ലോ, ആ ഒരു ഷൂവിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ആണ് റെഡ് കളറായിട്ട് വരുന്നത്. അപ്പോൾ അതിന് 3 നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ മെൽറ്റ് ചെയ്താൽ അത് മുഴുവനായിട്ടും 3 ഇതിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് റബ്ബിംഗ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പത ഒന്ന് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സ്പ്രേ ചെയ്തില്ല എന്ന് വെച്ചും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇത് ഹണിയുടെ ബേസാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബെല്ലും അതുപോലെ തന്നെ ഗിഫ്റ്റും റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹണിയുടെ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു 100-103 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസും പിന്നെ ഒരു യെല്ലോ ലിക്വിഡ് കളറുമാണ്, കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബെല്ലിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രീയുടെ ഏറ്റവും ടോപ്പിലായിട്ടൊരു സ്റ്റാർ വന്നിട്ട് ആ ഒരു സ്റ്റാറിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. ആ ഒരു ഗിഫ്റ്റിലും മുഴുവനായിട്ടും യെല്ലോ തന്നെയാണ് ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബെല്ലും അതുപോലെ തന്നെ ഗിഫ്റ്റിലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ട്രീക്ക് വേണ്ടിയിട്ടാണ്. ട്രീക്ക് വേണ്ടിയിട്ട് ഗോഡ് മിൽക്കിൻ്റെ ബേസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 100 ഗ്രാമാണ് നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 5 ml അടുത്ത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ്, ഒരു 2-3 ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ്, 2-3 ഡ്രോപ്സ് വെജ് ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം വാങ്ങി വെച്ചിട്ട് അതിലേക്ക് അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും പിന്നെ ഗ്രീൻ ലിക്വിഡ് കളറാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ട്രീയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാലൻസ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സാമ്പിൾ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാമ്പിൾ മോൾഡിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ക്രിസ്മസിൻ്റെ തീമായിട്ടുള്ള സോപ്പിൽ മുഴുവനായിട്ട് നമ്മൾ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. 2-3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ നന്നായിട്ടിത് സെറ്റായി കിട്ടും. ഏകദേശം 1 മണിക്കൂർ ഒക്കെ മതിയാകും. അപ്പോൾ ഇനി സെറ്റായതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ആ ഒരു ക്രിസ്മസ് തീമിലെ സോപ്പൊക്കെ എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. അപ്പോഴത്തേ അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ ഇനി അൺമോൾഡ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് സെറ്റൊക്കെയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സോപ്പ് വന്നേക്കണമെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ സോപ്പുകളും നമുക്ക് അൺമോൾഡ് ചെയ്യാം. ആദ്യമേ തന്നെ സാന്തയുടെ ആണ് നമ്മൾ അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സാന്ത എങ്ങനെയാണ് കിട്ടിയേക്കണേന്ന് നോക്കാം കേട്ടോ. അതെ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പ് ഇവിടെ ഓരോന്നായിട്ട് അൺമോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു സാന്തയുടെ സോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ അതിൽ സാന്തയുടെ താടി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ചെറിയൊരു നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു എങ്ങനെയാണെന്നുള്ളൊരു കാണാൻ ആകാംക്ഷയോടുകൂടി ഇരുന്നതായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു സാന്തയുടെ ഫേസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത സോപ്പ് ഞാൻ കാണിച്ചു തരാമോ? ഏറ്റവും ലാസ്റ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഫോട്ടോ എങ്ങനെയാണെന്നുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് സാന്തയുടെ ആ ഒരു മീശയും കൂടെ വരാനുണ്ടായിരുന്നു. മീശ ഇൻക്ലൂഡ് ആയിട്ടില്ല, ഇതിൽ വൈറ്റ് കളർ പോർഷൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്തെടുക്കാനായിട്ട്, ഒരു മീശയുടെ ഭാഗം. അപ്പോൾ എന്തായാലും അത് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മുടെ സാന്തയുടെ താടിയും അതുപോലെ തന്നെ ക്യാപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. സാന്തയുടെ ഷൂവ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇതുപോലത്തെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ 1-2 മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ സോപ്പും നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അൺമോൾഡ് ചെയ്തപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചുണ്ടായിരുന്നു, ചേച്ചിയുടെ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും പിടുത്തമായിരുന്നു, അവർക്ക് ഓരോന്നും വേണം, ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് ഓരോന്നും വന്നിട്ടുണ്ട്. ചെറിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തെടുക്കാനായിട്ട്, എങ്കിൽ കൂടിയും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പ് ഇതാണ്. അപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക. ഓരോ സോപ്പും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെയും 1-2 ക്രിയേറ്റിവിറ്റിയിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റിൻ്റെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് റെഡ് കളർ പോർഷനൊക്കെ വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഓരോ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യാനുണ്ട്. പിന്നെ ഗിഫ്റ്റഡ് പേപ്പറിൽ വെച്ച് ഒന്ന് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ജസ്റ്റ് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സോപ്പാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് തീമിൻ്റെ സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മോളുടെയൊക്കെ കയ്യിലുള്ള കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സോപ്പെല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സോപ്പും കാണാനായിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാന്തയുടെ സോപ്പ്. ആ താടി ഇല്ലാത്തത് കൊണ്ട് ഒരു ഫിനിഷിങ് അങ്ങനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മുടെ താടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലുക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. മേടിക്കുന്ന തരത്തിലുള്ള കൂട്ടുകാർക്ക് മേടിക്കാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ DTDs വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് നമ്പറാണ്. നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. വാട്സപ്പ് മെസ്സേജ് എന്തായാലും നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ക്രിസ്മസ് തീമിൻ്റെ സോപ്പ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.